ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ കലാസംഗമ വേളയുടെ ഉദ്ഘാടന ചടങ്ങിലെ അധ്യക്ഷൻ ബഹുമാന്യനായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ, ഈ പരിപാടിയുടെ ധന്യമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യനായ കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അവറുകൾ, ഇതിൽ ചേർന്ന് നിന്നുകൊണ്ട് അനുബന്ധ ഭാഷണങ്ങൾ നടത്തുന്ന പണ്ഡിതരും പ്രഭാഷകരുമായ പ്രിയപ്പെട്ടവരെ, മാദിൻ അക്കാഡമിയിൽ സംഗമിച്ച വിവിധ കലാ മത്സരങ്ങളിൽ പ്രതിഭകൾ പരസ്പരം ആരോഗ്യകരമായ മത്സരത്തിലൂടെ നൂതനമായ സർഗാവിഷ്കാരങ്ങളിലേക്ക് പറന്നു വെമ്പാൻ തയ്യാറായി നിൽക്കുന്ന പ്രിയപ്പെട്ട കലാപ്രതിഭകളെ, ഏറെ സന്തോഷമുണ്ട് ഈ ഒരു സായാഹ്നത്തിൽ മഹത്തായ ഈ ക്യാമ്പസിൽ ഇങ്ങനെയുള്ള വലിയ ഒരു പരിപാടിയിൽ ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ. ശരിക്കും പറഞ്ഞാൽ ഇത്തിരി പ്രയാസത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം തങ്ങളുടെയും അതേപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ്റെയൊക്കെ ആ സമയത്തെ അതിലംഘിച്ചുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. എനിക്ക് വലിയ ആഗ്രഹം അവർ കേട്ടതിന് ശേഷം നിങ്ങളോട് എന്തെങ്കിലും പറയുക എന്നുള്ളതായിരുന്നു. പക്ഷേ അനിവാര്യമായ ഒരു സമയത്തിടുക്കത്തിൻ്റെ ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. ആ ഒരു അനാദരവിൻ്റെ എന്തോ ഒരു അവസ്ഥ ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഭംഗി വാക്ക് പറയുന്നില്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ അതിനൊക്കെ ആ ഒരു പ്രയോറിറ്റിയെയും ആ ഒരു ഹൈറാർക്കിയെയും ഒക്കെ വല്ലാതെ മാനിക്കുന്ന ഒരു മനസ്സാണ് എൻ്റെ മനസ്സ്. അതുകൊണ്ട് എനിക്കതിൽ പ്രയാസമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ സമയത്തിൻ്റെ ഒരു പ്രശ്നം, വളരെ ദൂരെ നിന്ന് വരുന്നത് കൊണ്ടും നാട്ടിൽ അനിവാര്യമായും ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേരേണ്ടത് കൊണ്ടുമാണ് ഇങ്ങനെയെന്ന് ബഹുമാന്യരെ മുൻനിർത്തി ഞാൻ ഈ സദസ്സിനോട് ആദ്യമായി എന്താ പറയുക, എൻ്റെ ആ ഒരു മനസ്സിനെ അറിയിക്കുകയാണ്. നൗഫൽ സാഹിബ് കലയെക്കുറിച്ച്, ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, കലയുടെ ധർമ്മത്തെക്കുറിച്ച്, അതിലടങ്ങിയിരിക്കുന്ന നന്മകളെക്കുറിച്ച്, സാക്ഷാത്കാരത്തെക്കുറിച്ച് ഒക്കെ വളരെ മനോഹരമായി ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ കഥകൾ മല കയറുന്നു എന്ന ഈ ഒരു ക്യാപ്ഷൻ, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. വളരെ മനോഹരമായ ഒരു ടൈറ്റിലാണത്. കഥകൾ മല കയറുന്നു. ഒരു കാവ്യാത്മകമായ ആലോചനയിൽ നിന്നാകാം ആ ടൈറ്റിൽ വന്നിട്ടുണ്ടാവുക. കഥകൾ മല കയറി എങ്ങോട്ടാണ് പോകുന്നത്? വാക്കുകളും ചിത്രങ്ങളും നിറങ്ങളും കയറി എങ്ങോട്ടാണ് പോകുന്നത്? മലമുകളിൽ നിന്ന് പിന്നെയും എങ്ങോട്ടാണത് കയറി പോകുന്നത്? വിശുദ്ധ ഖുർആനിലൊരു മൊഴിയുണ്ട്, നിങ്ങൾ പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യസ്അദുൽ കലിമുൽ ത്വയ്യിബ് എന്നാണ് ആ പ്രയോഗം. ഏറ്റവും മനോഹരമായ വാക്ക് ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണെന്ന്. ഏറ്റവും മനോഹരമായ വാക്ക് ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. മൗലാന ജലാലുദ്ദീൻ റൂമി മസ്നവിയിൽ ഈ പ്രയോഗത്തെ വാക്കിൻ്റെ യാത്രയായി
അതിസുന്ദരമായി ചിത്രീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ വാക്കിങ്ങനെ സഞ്ചാരം തുടങ്ങി. ഈ വാക്കിൻ്റെ ഒരു മിഹ്റാജുണ്ട്. കല എന്ന് പറയുന്നത് ആ ധന്യതയിലേക്കുള്ള ഒരു പുരോയാനമാണ്, ഒരാകാശയാനമാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ തൻ്റെ ഉദാത്തമായ ആവിഷ്കാരങ്ങളിലൂടെ ദിവ്യതയെ സ്പർശിക്കുന്നതിൻ്റെ മറ്റൊരു പേരാണ് യഥാർത്ഥത്തിൽ ആർട്ട് എന്ന് പറയുന്നത്, കല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും മനോഹരമായ ശബ്ദം, ഏറ്റവും മനോഹരമായ വാക്ക് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ അർത്ഥത്തിൽ കഥകൾ മല കയറുകയാണ് എന്ന പ്രയോഗത്തിൽ വളരെ മനോഹരമായ ഒരു ദർശനത്തിൻ്റെ വിശുദ്ധമായ ഒരു നിഴലാട്ടം ഞാൻ അനുഭവിക്കുന്നു. ആ അനുഭവത്തിൻ്റെ സന്തോഷം നിങ്ങളോട് ഈ അവസരത്തിൽ പങ്കിടാനും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ കലയുടെ ഉന്നതമായ ലക്ഷ്യം ഈ പ്രപഞ്ചത്തിൻ്റെ വിധാതാവിനെ അറിയുക എന്നത് തന്നെയാണ്. ശരിക്കും നമ്മൾ ഒരുപാട് കവിതകളിലൂടെ, കഥകളിലൂടെ, മുൻകാലത്ത് രചിക്കപ്പെട്ട വലിയ മഹത്തുക്കളുടെ പലതരത്തിലുമുള്ള ആവിഷ്കാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിത് ബോധ്യപ്പെട്ടു തുടങ്ങും. ഈ ഭൂമിയിലൂടെ മനുഷ്യൻ വിനയാന്യതരായി നടന്നു പോകുന്നവനാണ് എന്നൊരു പ്രയോഗമുണ്ടല്ലോ വിശുദ്ധ ഖുർആനിൽ. ഇബാദുർ റഹ്മാനല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറയുന്ന പ്രയോഗം. ഈ ഭൂമിയിലൂടെ വിനയാന്യതരായി നടന്നു പോകുന്നവനാണ് ഇബാദുർ റഹ്മാൻ. ആ ഇബാദുർ റഹ്മാൻ എന്നുള്ള വാക്ക് തന്നെ ഒരു ക്വാളിറ്റേറ്റീവ് ഡെവലപ്മെന്റ് ആണ്. ഇബാദുർ റഹ്മാൻ ആയിത്തീരുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു സാക്ഷാത്കാരമാണ്. ഭൂമിയിലൂടെ നടക്കുന്ന മനുഷ്യരെല്ലാം ഇബാദുർ റഹ്മാൻ അല്ല, കാരുണ്യവാനായ പരമകാരുണ്യനായ ദൈവത്തിൻ്റെ ഇഷ്ടദാസന്മാരല്ല. ഇഷ്ടദാസന്മാരായ കാരുണ്യവാന്റെ ഇഷ്ടദാസന്മാരൊക്കെ ഭൂമിയിലൂടെ വിനയാന്യതരായി നടന്നു പോകുന്നു എന്ന് പറയുന്ന ആ ഒരു സൂക്ഷ്മമായ സൗന്ദര്യത്തെ പല രീതിയിലും മുൻകാലത്തുള്ള പല കവികളും പല എഴുത്തുകാരും ദാർശനികന്മാരും ആവിഷ്കരിച്ചിട്ടുണ്ട്. നടക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയ തന്നെ ആ ഒരു നിദാനത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ആലോചിക്കുമ്പോൾ നമുക്കതിൻ്റെ പൊരുളിനെ അടരുകളായി മനസ്സിലാക്കാൻ സാധിക്കും. അന്ധനായൊരു കവി, ആ കവിയെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. ആ കവി ക്രിസ്ത്യനായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഭൂരിപക്ഷം പേരും പറയുന്നത് അദ്ദേഹം മുസ്ലിം ആയിരുന്നു എന്നാണ്. പണ്ഡിത കേസരികളുടെ വേദിയിൽ അദ്ദേഹത്തിൻ്റെ നാമം ഞാൻ പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഓപ്പൺ എൻഡഡ് ആയ ഒരു ഡിബേറ്റിംഗ് പോയിന്റ് മുന്നിൽ വെച്ചു എന്ന് മാത്രം. ചിലരൊക്കെ അദ്ദേഹത്തെ ലോകത്തെ ആദ്യത്തെ അസ്തിത്വവാദ കവി എന്നൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ട്. സാർത്രയെ പോലെയുള്ള ചില ആധുനിക അസ്തിത്വ ചിന്തകന്മാരൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്ധനായിരുന്നു അദ്ദേഹം. അബുൽ അല മഗരി എന്നാണ് അദ്ദേഹത്തിന്റെ നാമം. അദ്ദേഹം കുടുംബജീവിതമൊന്നും നയിച്ചിട്ടില്ല. പക്ഷേ ഞാനീ പറഞ്ഞ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ അതിമനോഹരമായ ഒരു സൂക്ഷ്മമായ കവിതയിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യരോട് പൊതുവെ പറയും പോലെയാണ് അതിൻ്റെ ആശയം. നിങ്ങൾ ഭൂമിയിലൂടെ വളരെ മെല്ലെ നടന്നു പോവുക, വളരെ സാവധാനം നടന്നു പോവുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ പാദങ്ങൾ ഇത്തിരി ഉയർത്തിപ്പിടിച്ച് പറക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഓരോ പാദ ചുവട്ടിനടിയിലും പൂർവികരുടെ അസ്ഥികൂടങ്ങൾ കണ്ടേക്കാം. നിങ്ങളുടെ ഓരോ പാദ ചുവട്ടിനടിയിലും പൂർവികരുടെ അസ്ഥികൂടങ്ങൾ കണ്ടേക്കാം. നാം നടന്നു പോകുന്ന ഇടങ്ങളൊക്കെ എത്രമാത്രം ചരിത്രങ്ങളാകും ഉറങ്ങിക്കിടക്കുന്നുണ്ടാവുക. എത്രമാത്രം ആൾക്കാരുടെ
അസ്ഥികളും എല്ലും കഷ്ണങ്ങളായിരിക്കും അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവുക. ഈ ബോധത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ ഈ ഭൂമിയിലൂടെ നടന്നു പോകുന്നത്. അത്രയും വിശുദ്ധമായ ഇടങ്ങളിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിലൂടെ വിനയാന്യതരായി നടക്കുന്ന ഇബാദുർ റഹ്മാൻ എന്ന ആശയത്തെ കാവ്യാത്മകമായ മനോഹരമായ ഒരു പരികൽപ്പന കൊണ്ട് അബുൽ അഅ്ല മാരിയുടെ കവിതയിൽ ഇങ്ങനെ ഉൾച്ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് കലയുടെ ആവിഷ്കാരം എന്ന് പറയുന്നത് ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടൊന്ന് ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ, ഒരു കവിത വായിച്ചു കഴിഞ്ഞാൽ അത് നമ്മിലേക്ക് തരുന്ന മെസ്സേജ് എന്താണ്, നമ്മളിലേക്ക് തരുന്ന അനുഭവം എന്താണ്, അതാണ് ഏറ്റവും പ്രധാനം. ആരെഴുതി എന്നതിലപ്പുറത്ത് ആ എഴുത്തിലൂടെ ഒരു വായനക്കാരനിൽ പ്രകാശിതമായ ഹൃദയാകാശങ്ങൾ എന്താണ്, അത് നന്മയുടേതാണോ തിന്മയുടേതാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മലയാളത്തിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്നൊരു എഴുത്തുകാരനുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു കഥ എനിക്കേറെ പ്രിയപ്പെട്ടതാണ്. ഞാൻ ഈ കഥയെക്കുറിച്ച് ഞാൻ റിസാലയിൽ എഴുതുന്ന ഹൃദയനേത്രം എന്ന കോളത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാനത് ഇവിടെ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഈ കലാപ്രതിഭകളുടെ മുമ്പിൽ എങ്ങനെയാണ് ഇസ്ലാമികമായൊരു വിധാനത്തിൽ കഥയിലും കവിതയിലൊക്കെ തന്നെ നന്മകൾ നിറഞ്ഞു നിൽക്കുക എന്ന് പറയാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ ചുരുങ്ങിയ നിമിഷത്തിൻ്റെ ഉള്ളിൽ അത് പറയാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തേന്മാവ് എന്ന് പറയുന്ന കഥയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്ലാമികമായ പരിസ്ഥിതി ദർശനത്തെ അതിമനോഹരമായി അവതരിപ്പിച്ച ലോക ക്ലാസിക്കുകളിൽ ഒന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തേന്മാവ് എന്ന് പറയുന്ന കഥ. നാളെ അന്ത്യദിനം വരുന്നു എന്നറിഞ്ഞാൽ പോലും ഇന്ന് പറ്റുമെങ്കിൽ ഒരു ഫലവൃക്ഷം നടണമെന്ന പ്രവാചക പരികൽപ്പനയെ അതിമനോഹരമായി ആവിഷ്കരിച്ച കഥയാണ് ബഷീറിന്റെ തേന്മാവ് എന്ന് പറയുന്ന കഥ. ഞാനീ പറഞ്ഞ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ നസൂഹ എന്ന് പറയുന്ന ഒരു കഥ, ആ കഥ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രമല്ല, ഇസ്ലാമിന്റെ കർമ്മദർശനത്തെ, അതായത് നമ്മൾ ഇവിടെ എന്ത് ചെയ്താലും അക്കൗണ്ടബിൾ ആണ്. ഏത് ചെറുതും വലുതുമായ കൃത്യങ്ങൾക്ക് വളരെ കണിശമായി മറുപടി പറയേണ്ടി വരും. പ്രാപഞ്ചിക നാഥന്റെ സവിധത്തിലെന്ന ഏറ്റവും ഉദാത്തമായ കർമ്മദർശനത്തെ മലയാളത്തിൽ അവതരിപ്പിച്ച മനോഹരമായൊരു കഥയാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ നസൂഹ എന്ന് പറയുന്ന കഥ. നിങ്ങളിൽ ആരെങ്കിലും അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറിയ രീതിയിൽ ഞാനതിൻ്റെ ആശയം പറയാൻ ശ്രമിക്കാം. ഇതിൻ്റെ ഈ ഒരു സംഗമത്തിൻ്റെ ആത്മാവുമായി ചേർന്ന് നിൽക്കുന്നു എന്ന ഉത്തമ ബോധത്തിലാണ് ഞാനത് പറയാൻ ശ്രമിക്കുന്നത്. നസൂഹ എന്ന് പറയുന്ന ഒരു കള്ളന്റെ പേരാണ്. ഈ കള്ളൻ സാധാരണ കള്ളനല്ല. കള്ളൻ കക്കുന്നത് സ്വർണവും വെള്ളിയും പണവും ഒന്നുമല്ല. ഈ കള്ളൻ കക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കഫൻ പുടവകളാണ്. കഫൻ പുടവകൾ. ഒരു മയ്യത്ത് മറമാടി കഴിഞ്ഞാൽ അന്ന് രാത്രി ആരുമില്ലാത്ത നേരത്ത് ആ കബറ് മാന്തി ആ പുതപ്പിച്ച കഫൻ പുടവ കട്ടെടുക്കുക എന്നതാണ് നസൂഹ എന്ന് പറയുന്ന ഈ കള്ളന്റെ വിചിത്രമായ മോഷണ ശൈലി. ഇതാണ് കള്ളൻ. എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു കള്ളൻ നാട്ടിലുണ്ടെന്ന്. എല്ലാവർക്കും പേടിയാണ്, എൻ്റെ കബറ് മാന്തി ഈ നസൂഹ എൻ്റെ കഫൻ പുടവ കൊണ്ടുപോകുമോ എന്ന്. അങ്ങനെ ഭയവിഹ്വലായിരുന്നൊരു നാട്ടുകൂട്ടമുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ആ നാട്ടിലെ പ്രമുഖ തറവാട്ടിൽപ്പെട്ട ഹാത്തിബി എന്ന് പറയുന്ന പുണ്യവതിയായ ഒരു സ്ത്രീ. 5 നേരം നമസ്കരിക്കുകയും സുന്നത്ത് നോമ്പുകളടക്കം എടുക്കുകയും ചെയ്ത് വളരെ ചൈതന്യവത്തായ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണ് ഹാത്തിബി. ഹാത്തിബി രോഗശയ്യയിലാണ്. നസൂഹയെ കുറിച്ച് ഇടയ്ക്കൊക്കെ ഹാത്തിബിക്ക് ഓർമ്മ വരും. ഒരു ദിവസം തൻ്റെ സഹായിയെ നസൂഹക്ക് അടുത്തേക്ക് വിടുകയാണ് ഹാത്തിബി. എന്നെ വന്ന് കാണാൻ നസൂഹയോട് പറയണം എന്നാണ് ഹാത്തിബി ആ മെസ്സഞ്ചറോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹം അങ്ങനെ പോവുകയും നസൂഹയെ കണ്ടെത്തി ഹാത്തിബി താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഹാത്തിബി ഉമ്മയുടെ
രോഗവിവരവും നാട്ടിലെ പ്രാമുഖ്യവും ഒക്കെയും നസൂഹ മനസ്സിലാക്കിയിട്ടുണ്ട്. നസൂഹ അവിടത്തേക്ക് ചെല്ലുകയാണ്. ഹാത്തിബിയുടെ അടുത്തെത്തിയപ്പോൾ ഹാത്തിബി മറ്റൊന്നും പറഞ്ഞില്ല. വേഗം തന്നെ നല്ലൊരു പാക്കറ്റ് എടുത്ത് നസൂഹയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കഫം പുടവയാണ്, ദയവ് ചെയ്ത് നീ എൻ്റെ കബറ് വന്ന് മാന്തരുത്, അഡ്വാൻസ് ആയിട്ട് ഇതാ നിനക്കെൻ്റെ കഫം പുടവ. ഇതാണ് പറഞ്ഞത്. അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ ഹാത്തിബി മരണപ്പെടുന്നു. നസൂഹയുടെ മനസ്സിൽ ഇതൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? സ്വാഭാവികമായും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് രാത്രി നസൂഹക്ക് ഉറക്ക് വരില്ല. കബറ് മാന്തി കഫം പുട ശേഖരിക്കുന്നത് വരെ ഉറക്ക് വരില്ല. ഹാത്തിബിയുടെ മരണ ദിവസവും ഈ പ്രശ്നമുണ്ടായി. എന്നോട് ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഞാൻ മാന്തുന്നത് ശരിയാണോ? ഈ ഒരു ചോദ്യം, ഈ ഒരു സന്ത്രാസം ഈ നസൂഹ എന്ന് പറയുന്ന കള്ളന്റെ മനസ്സിനെ അലട്ടുകയാണ്. അങ്ങനെ ഈ രാത്രി കുറെ കഴിഞ്ഞപ്പോൾ നസൂഹക്ക് നിൽക്കക്കള്ളിയില്ല. തൻ്റെ ചെയ്തു പോരുന്ന കാര്യം ചെയ്യാനാവില്ല. അങ്ങനെയാണ്, അങ്ങ് ഒരു കാര്യം വല്ലാതെ അങ്ങ് ചെയ്തു പോയാൽ അതിലങ്ങ് പെട്ടുപോകും. ഇതൊരു മനുഷ്യ പ്രകൃതം കൂടിയാണ്. നസൂഹ കബറിടത്തിലേക്ക് പോകുന്നു. ഹാത്തിബിയുടെ കബറ് നീക്കുകയാണ്, മണ്ണ് നീക്കുകയാണ്. അങ്ങനെ മണ്ണ് നീക്കി ഉൾക്കബറിന്റെ ഒരു പലക പൊക്കിയെടുത്തപ്പോ ആ കബറിൽ നിന്ന് ഒരു നീല വെളിച്ചം, ഒരു വിളക്കിൽ നിന്നൊരു നീല വെളിച്ചം ഇങ്ങനെ പുറപ്പെടുന്നതാണ് നസൂഹ കാണുന്നത്. വല്ലാതെ അന്താളപ്പെട്ടുപോയി നസൂഹ. ആ വിളക്കിന്റെ വെളിച്ചത്തിൽ ഹാത്തിബി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മനോഹരമായ ഒരു ഫാന്റസിയാണ് ശരിക്കും. ഉത്തമരായ ആൾക്കാരുടെ ബർസഖി ജീവിതത്തിന്റെ ദർശനത്തിലേക്കൊക്കെ പോയ മനോഹരമായ ഒരു ഫാന്റസിയാണ് കുഞ്ഞബ്ദുള്ളയുടെ ഈ ചിത്രീകരണം. ഈ ഖുർആൻ പാരായണം ചെയ്ത് കണ്ടപ്പോൾ വല്ലാതെ ആ ദൃശ്യത്തിൽ തന്നെ നോക്കി ഇന്ന് നസൂഹയുടെ മനസ്സാകെ മാറുകയാണ്. നസൂഹയുടെ ദൃഷ്ടികള് ഹാത്തിബിയുടെ കവിൾത്തടത്തിലേക്ക് എത്തുന്നു. പക്ഷെ ആ കവിൾത്തടത്തിൽ നിന്ന് ഒരു ചെറിയൊരു വ്രണം ഇങ്ങനെ ചലം പൊഴിക്കുന്നത് കാണുകയാണ് നസൂഹ. നസൂഹ ഹാത്തിബിയോട് ചോദിച്ചു, ഇത്രയും വിശുദ്ധമായ ഒരു വിധാനത്തിലെത്തിയിട്ടും അങ്ങയുടെ കവിൾത്തടത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ചലം വമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹാത്തിബി നസൂഹയോട് പറയുന്നൊരു ഉത്തരമുണ്ട്. അവിടെയാണ് കഥയുടെ മർമ്മം. പറയുന്ന ഉത്തരം ഇതാണ്: ഞാൻ ജീവിത കാലഘട്ടത്തിൽ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ പോയിട്ട് ഒരു സൽക്കാരത്തിന് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ എൻ്റെ പല്ലിൽ കുത്താൻ ഒരു ഈർക്കിൽ എടുത്തിരുന്നു. ആ ഈർക്കിൾ എടുത്ത് ഞാൻ പല്ലിൽ കുത്താൻ അത് ഉപയോഗിച്ചിരുന്നു. പക്ഷേ ആ ഈർക്കിൾ ഞാൻ എടുത്തിരുന്നു എന്നത് അതിൻ്റെ ഉടമയെ കൊണ്ട് പൊരുത്തപ്പെടിക്കാനോ ഞാൻ എടുത്തു എന്ന് പറയാനോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. സമ്മതം കൂടാതെ ഞാൻ ഉപയോഗിച്ചതിൻ്റെ അധർമ്മത്തിൻ്റെ പ്രതിഫലനമാണ് എൻ്റെ കവിൾത്തടത്തിൽ നിന്ന് വരുന്ന ഈ ചലം വമിക്കുന്നതെന്ന് ഹാത്തിബി പറഞ്ഞപ്പോൾ എത്രയോ മോഷണം നടത്തിയ ആ കള്ളന്റെ മനസ്സ് പിന്നെ എന്തായിട്ടുണ്ടാകും? ആ കള്ളൻ പിന്നെ ധർമ്മജീവിതത്തിലേക്ക് ഫുദൈൽ ഇബ്നു ഇയാദിനെ പോലെയുള്ള വലിയ പുണ്യവാന്മാരുടെ പദവിയിലേക്ക് മാറിയ ഒരു ചിത്രീകരണമായിട്ടാണ് നസൂഹ എന്ന് പറയുന്ന കഥ അവസാനിക്കുന്നത്. ഞാനിത് പറയുന്നത് നസൂഹ എന്ന കഥ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ നിറയുന്നത് നന്മയിലേക്കുള്ള ഒരു നന്മയുടെ പൂക്കളാണ് നമ്മുടെ മനസ്സിൽ വിടർന്നു വരുന്നത്. നമ്മൾ നന്മയിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. ഗാന്ധിജിയുടെ ഒരു നിർവചനമുണ്ട്, വാട്ട് ഈസ് ആർട്ട് എന്നതിനെ കുറിച്ച്. ഗാന്ധി പറയുന്നത് ആർട്ട് വിച്ച് ജനറേറ്റ്സ് ഗുഡ്നസ് ഇൻ ഹ്യൂമൻ ആർട്ട് എന്നാണ്. മനുഷ്യ ഹൃദയത്തിൽ നന്മയുണർത്തുന്നതെന്തോ അതാണ് കല. അപ്പൊ ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ നന്മയാണ് ഉണരുന്നതെങ്കിൽ അത് കലയാണ്. ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നന്മയാണ് ഉണരുന്നതെങ്കിൽ അത് കലയാണ്. ഒരു ഗാനം കേട്ട് കഴിഞ്ഞാൽ, ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ, ഒരു കവിത വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നന്മയുടെ 1000 കിരണങ്ങളാണ് ഉണരുന്നതെങ്കിൽ അതാണ് കല.
അത് തന്നെയാണ് കല. 1000 സൗരകിരണങ്ങൾ എൻ്റെ മനസ്സിൽ ഉദിക്കുന്നു എന്ന് അക്കിത്തത്തിൻ്റെ ഒരു കവിതയുണ്ട്. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചിലവാക്കവേ, ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചിലവാക്കവേ ഉലായികാണെന്നിൽ പൗർണമി എന്ന ആശയമുള്ളൊരു കവിതയുണ്ട് അക്കിത്തത്തിൻ്റെ. നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ നേരെ നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണെന്ന പ്രവാചക ദർശനത്തിൻ്റെ അതിമനോഹരമായ ആവിഷ്കാരമാണത്. പ്രവാചകന്റെ ജീവിതത്തെ അതിസുന്ദരമായി ആവിഷ്കരിച്ച ഒരുപാട് കവിതകൾ മലയാളത്തിലുണ്ട്. ജി ശങ്കരക്കുറുപ്പിന്റെ ഹൃദയപുഷ്പം എന്ന് പറയുന്ന കവിത അതിമനോഹരമാണ്. പാരിലാകെ പരിമളം പടർത്താനായി വിടർന്നു നിൽക്കുന്ന ഒരു മഹാദിവ്യ കുസ്മത്തെ പരികൽപ്പന ചെയ്തുകൊണ്ട് പ്രവാചക ദൗത്യത്തിന്റെ ഉദാത്ത ഭാവങ്ങളെ അതിമനോഹരമായി മിസ്റ്റിക്കലായി ആവിഷ്കരിച്ച കവിതയാണ് ജിയുടെ പ്രവാചക അവതാന കവിത. നമ്മൾ സാധാരണ കേൾക്കുന്നത് പോലെ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന ശ്രീനാരായണ ഗുരുവിന്റെ എല്ലാവരും കോട്ട് ചെയ്യുന്ന വാക്കുകൾ പോലും രത്നമോ, ആ രത്നമോ എന്ന് പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ വിശകലനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രവാചക ചൈതന്യത്തിൻ്റെ പ്രവാചകന്റെ ഹിസ്റ്റോറിസിറ്റിയെ, ചരിത്രപരതയെ അതിലംഘിച്ചുകൊണ്ട് പ്രവാചകന്റെ പ്രപഞ്ചപരതയെ ആശ്ലേഷിക്കുന്ന ഉദാത്തമായ തസവുഫിന്റെ ദർശനങ്ങളൊക്കെ ഉൾച്ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് നാരായണ ഗുരുവിന്റെ മുത്ത് നബി രത്നമോ എന്ന പ്രയോഗം ചേർന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വാക്കുകൾ ഉയരങ്ങളിലേക്ക് ആത്മയാനം നടത്തി ദിവ്യതലം പോകുന്നത് പോലെ അതിമനോഹരമായ കലാവിഷ്കാരത്തിന്റെ ഇടങ്ങളായി ഇനിയുള്ള രാവുകൾ ഇവിടെ ഈ മഅ്ദിൻ അക്കാഡമിയിൽ പരിലസിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ ചടങ്ങിൽ നിങ്ങളെല്ലാം അഭിവാദനം ചെയ്തുകൊണ്ട് ബഹുമാന്യരായ പണ്ഡിത സാന്നിധ്യങ്ങളോട്, നക്ഷത്ര സാന്നിധ്യങ്ങളോട് പ്രാർത്ഥനാ വചസ്സുകൾ എനിക്ക് കൂടിയും നിറച്ചു വെക്കണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നമുക്കെല്ലാം നല്ലത് വരട്ടെ.